ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം മാവേലിയൊക്കെ ഈ വർഷത്തിലൊരിക്കൽ വരുന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മാസങ്ങൾ കൂടുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസി റിവീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ തേർഡ് ട്രൈമാസ്റ്ററിൽ എത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് വീക്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേബിയൊക്കെ വരും. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഒന്ന് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരും അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലൂടെ പോകുന്നവരൊക്കെ മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ടായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ പലർക്കും പല രീതിയിലായിരിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെത്, എന്തുകൊണ്ടാണ് ഞാൻ നോക്കിയെന്നൊക്കെ ഉള്ള കാര്യം. സെക്കൻഡ് ട്രൈമസ്റ്റർ വന്നപ്പം നോർമലി എല്ലാവരും പറയാറുണ്ട് നമുക്ക് ആദ്യത്തെ 3 മാസം ഇപ്പോൾ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അത് കഴിയുമ്പോഴത്തേക്കുള്ള പിന്നീടുള്ള സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ഈ 3 മാസങ്ങൾ നമുക്ക് എനർജി കൂടുതലായിരിക്കും, നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഞാൻ വെയിറ്റ് ചെയ്തു. ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് അടുത്ത 3 മാസം ഓക്കെ, ഈ വരുന്ന മാസം എനിക്ക് ഓക്കെ ആയിരിക്കുള്ളൂ, ഇനി വരുന്ന മാസങ്ങളിൽ ഞാൻ കുറച്ചും കൂടി എനർജി എനിക്ക് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, കുറേ സ്ഥലത്ത് പോവാം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ തുടങ്ങിയപ്പോൾ എൻ്റെ ദൈവം എനിക്ക് എന്താ പറയുക, വൊമിറ്റിങ് നിന്നു. അതൊരു വലിയ കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം, ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് ഒക്കെ മാറി, എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റുമെന്നായി. ഷുഗർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ ഞാനപ്പോൾ വൊമിറ്റ് ചെയ്യുമായിരുന്നു. അതൊക്കെ മാറി എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്. സോ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടുന്ന് കൊല്ലം പോകണം. അപ്പോൾ ഞാൻ ട്രെയിൻ സേഫ് ആയതുകൊണ്ട് ട്രെയിനൊക്കെ ചൂസ് ചെയ്ത് ഞാൻ 2 ദിവസം മുന്നേ അവിടെ എത്തുന്ന രീതിയിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ തൊട്ടേ എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്നും എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പെൽവിക് ഏരിയ ഭയങ്കര വേദനയാണ്. പെൽവിക് ഏരിയ എനിക്ക് എന്താ പറയുക, കിടന്നിട്ട് ചരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ വേദന കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം എനിക്ക് ഡോളോയാണ് അവർ തന്നത്. ഡോളോ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിച്ച് നോക്കിയിട്ടും എനിക്ക് കുറയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ ഞാൻ ആ വേദനയായിട്ട് യൂസ്ഡായി. അത് കഴിഞ്ഞ് അത് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രിപ്പ്, അതായത് ഈ വെഡ്ഡിങ്ങിന് പോയി ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത് നീര്, കാല് കുറച്ച് നേരം തൂക്കിയിടുമ്പോൾ നല്ല നീര്, ബാക്ക് പെയിൻ, അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ ഞാൻ കിടപ്പിലായിരുന്നു. ഫുൾ ടൈം കിടന്നില്ല, വീട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് എക്സ്ട്രാ ഇതെടുത്തിട്ട് ട്രാവൽ ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു കാര്യമാണ് ഈ പെൽവിക് ഏരിയയിലെ പെയിനിൻ്റെ കാര്യം. ഞാൻ കുറേ വീഡിയോസ് കുറേ ആൾക്കാരുടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരൊന്നും ഈ ഒരു പെൽവിക് മസിലിന് വേദന, അങ്ങനെ വേദന പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചത്ത് കുത്തിയിരിക്കുക എന്ന് പറയുന്ന പോലെ ആയിപ്പോവും. അതുപോലെ വേദനയാണ്. നമുക്ക് കാല്, ഞാൻ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ വേദന വരും. അപ്പോൾ ഫുൾ ടൈം ഇല്ല, ഒരു ചില സമയങ്ങളിൽ അവിടുന്ന് ഇങ്ങോട്ടോ തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേദന കൂടും. വേദന ഇൻ ദ സെൻസ് നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഈ സ്കിന്നിൽ ബ്ലേഡ് വെച്ചൊക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉള്ളൊരു നല്ലൊരു ഫ്ലഷിൽ നമുക്ക് എന്താ പറയുക, കത്തി വെച്ച് മുറിക്കുമ്പോൾ ഒരു വേദന ഇല്ലേ, അങ്ങനെ ഒരു വേദനയാണ് വരുന്നത്. അപ്പോൾ ഞാനെൻ്റെ കാല് പയ്യെ ഒന്ന് അനക്കി നോക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ വേദന നിൽക്കും. അങ്ങനെ ഞാൻ കോൺസെൻട്രേറ്റ് കിടക്കാനൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് സ്റ്റിൽ ഇപ്പോഴും എൻ്റെ കൂടെയുള്ളൊരു പെയിനാണ് ഈ പെൽവിക് ഏരിയയിൽ പെയിൻ. അത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലർക്കുണ്ടാവും. ഇത് പ്രഗ്നൻസിയിൽ കാണുന്നതാണെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. പിന്നീട് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ്. ഇത് കോമൺ ആണ്. ഇത് ചിലർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലേ വരും.
പക്ഷേ സ്ട്രെച്ച് മാർക്സ് വരുമെന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഓൾറെഡി എനിക്ക് കുറച്ച് വയറുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് വരും, എന്നാലും കുറച്ചൊക്കെ അല്ലേ വരുള്ളൂ എന്നായിരുന്നു. പക്ഷെ കണ്ടാൽ നമുക്കിങ്ങനെ പേടിയാവുന്ന രീതിയിൽ വൈറ്റ് കളറിൽ വന്നിട്ട് അത് ബ്ലാക്ക് കളറിലോട്ടായി എൻ്റെ സ്ട്രെച്ച് മാർക്സ്. അതിന് ഞാൻ ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് വേറെ ഒരു കാര്യം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ആ ക്രീംസിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. അതുപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവണം ദേ കഴുത്തിലൊക്കെ നന്നായിട്ട് കറുപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നല്ല ഇറിറ്റേഷൻ ഉണ്ട്, നല്ല ചൊറിച്ചിലുണ്ട്. ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായ, അല്ലെങ്കിൽ എനിക്ക് വന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു. എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററോട് നിന്നു. മുടി വളരുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. അപ്പം ഇതാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഗുണമെന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5th മന്തൊക്കെ ആവുന്ന ആ ഒരു ടൈം എനിക്ക് 19th വീക്ക് തൊട്ട് ബേബിയുടെ അനക്കം അറിയാൻ തുടങ്ങി. അത് ആദ്യമൊക്കെ എനിക്ക് എന്താ പറയുന്ന ഒരു ഭയങ്കര ഇക്ലി ആവുന്ന പോലെയായിരുന്നു കേട്ടോ. കാരണം നല്ല അതൊരു പ്രത്യേക ഫീലാണ്. എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ചെറുതായിട്ട് ആ ഒരു അനക്കമൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ വന്നിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ബേബി ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതെനിക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കിട്ടി. പിന്നെ വിശപ്പ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ രാത്രിയിൽ ഞാനിരുന്ന് ഫുഡ് കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ മാറി കേട്ടോ. എനിക്ക് രാത്രി 12 മണിയുടെ വിശപ്പ്, 1 മണിയുടെ വിശപ്പ്, ഇതൊക്കെ അങ്ങ് മാറി. ഞാൻ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണോ ആ ഫുഡിൻ്റെ ആ ഒരു റൂട്ടീൻ പോലെ അതെപ്പോഴും ഉള്ള പോലെ തന്നെ അങ്ങനെ പോയി. എക്സ്ട്രാ ഈ പാതിരാത്രിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന യൂറിനേഷൻ അതിപ്പോഴും ഉണ്ട്. നേരത്തെ സെക്കൻഡ് ട്രൈമസ്റ്ററിലുണ്ട്, ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് ബാക്ക് പെയിൻ കുറച്ച് നന്നായിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വന്ന വ്യത്യാസങ്ങളെന്ന് പറയാൻ. പിന്നെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും സിംറ്റംസൊക്കെ, അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പം എനിക്കിങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം, ഈ പ്രഗ്നൻസി ഒന്ന് എൻജോയ് ചെയ്യണം സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് നടന്നില്ല. മെയിൻ സംഭവം ഞാൻ പറഞ്ഞ പെൽവിക് പെയിനാണ്. ഇനിയിപ്പം കുറച്ച് വീക്സും കൂടെ ഉള്ളൂ നമുക്ക് ബേബി വരാനായിട്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ഇപ്പം ഞാൻ അയ്യോ ഇത്ര ദിവസമായല്ലോ, ഇത്ര മാസമായല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിനൊരു ദിവസങ്ങൾ പോണില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ എന്നോട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഈ പെൽവിക് പെയിൻ എന്ന് പറയുന്ന ഈ മാരകമായ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ എന്നോട് ഡോക്ടർ വേദന ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, വർക്കൗട്ട്സൊന്നും കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിരുന്നാലും അടുത്ത ചെക്കപ്പിൻ്റെ ടൈമിൽ ഒന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ബാഗ് പാക്ക് ചെയ്യണം, ബേബിയുടെ സാധനങ്ങളൊക്കെ വാങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പയ്യെ ചെയ്യണം. അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മെയിൻ സംഭവം എൻ്റെ മടിയാണ്. എൻ്റെ മടി മാറ്റി വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.